പ്രിയമുള്ളവരെ, ഇന്ന് തിരുസഭ വിശുദ്ധ അന്നയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. പരിശുദ്ധ മറിയം നമ്മുടെ അമ്മയാണെങ്കിൽ വിശുദ്ധ അന്ന നമ്മുടെയൊക്കെ മുത്തശ്ശിയായിട്ട് വരും. നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ എല്ലാം അമ്മൂമ്മ, വിശുദ്ധ അന്നാമ്മ. ചരിത്രത്തിൻ്റെ താളുകളിൽ അധികമൊന്നും പ്രത്യക്ഷപ്പെടാത്ത, ബൈബിളിൽ ഒരിക്കൽ പോലും സംസാരിക്കുന്നതായി കാണപ്പെടാത്ത ഒരു വിശുദ്ധ. എന്നിട്ടും ലോകം മുഴുവൻ അവളെ ആദരിക്കുന്നുണ്ടെങ്കിൽ തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്നുകൊണ്ട് രക്ഷാകര ചരിത്രത്തിൽ അവൾ നടത്തിയ സ്വാധീനം ചെറുതൊന്നുമല്ല എന്ന് വേണം മനസ്സിലാക്കുവാൻ. വിശുദ്ധ അന്ന ഒരു വേരായിരുന്നു. പരിശുദ്ധ മറിയം മുകളിൽ വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ പൂവാണെങ്കിൽ ആ പൂവിന് അഴകും സുഗന്ധവും മനോഹാരിതയും നൽകാൻ വേണ്ടി മണ്ണിനടിയിൽ ഇരുട്ടിൽ കിടന്ന് ഉരുകി തീർന്ന ഒരു വേരായിരുന്നു വിശുദ്ധ അന്ന. ഒരു ജീവിതം മുഴുവൻ പ്രാർത്ഥനയിലും ദൈവസ്നേഹത്തിലും ത്യാഗത്തിലും ഹോമിച്ചവൾ. മറിയത്തിൽ ദൈവമാതാവിനെ വാർത്തെടുത്തവൾ. ദൈവഹിതത്തിന് ആമേൻ പറയാൻ മറിയത്തെ പാകപ്പെടുത്തിയവൾ. വിശുദ്ധ അന്ന യേശുവിനെ നേരിട്ട് വളർത്തിയില്ല, പക്ഷേ യേശുവിനെ വളർത്തിയ മറിയത്തെ വളർത്തി. വിശുദ്ധ അന്നയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന പാഠം മറ്റൊന്നുമല്ല. ചിലപ്പോൾ ദൈവം നമ്മെ ഒന്നാം നിരയിലേക്ക് വിളിക്കണമെന്നില്ല. രണ്ടാം നിരയിലിരുന്ന് ചരിത്രം സൃഷ്ടിക്കാനായിരിക്കും നമ്മുടെ വിളി. ഒരുപക്ഷെ നമ്മുടെ നിയോഗം പ്രകാശമാകാനായിരിക്കില്ല, പ്രകാശത്തെ ജ്വലിക്കാൻ സഹായിക്കുന്ന തിരിയാകാനായിരിക്കാം. തിരിയില്ലെങ്കിൽ പ്രകാശമില്ല. സ്പോട്ട് ലൈറ്റിൽ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് വിശുദ്ധ അന്നയുടെ ജീവിതം നമുക്കൊക്കെ വെല്ലുവിളിയാകുന്നു. ഡിംലൈറ്റിലായിരിക്കുന്നതിൽ സംതൃപ്തി കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ നമുക്ക്? വേദിയിലുള്ളവരെ തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇന്ന് സഭയ്ക്കും ലോകത്തിനും അനേകം അന്നമാരെ ആവശ്യമുണ്ട്. ജീവിതത്തിലൊന്നും ആയിട്ടില്ല, കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നൊക്കെ ചിന്തിച്ച് ദാർക്കടിച്ചിരിക്കുന്നവരോടാണ് താനൊക്കെ ചെയ്തിടോ. താൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒരുപക്ഷെ വിശുദ്ധ അന്നയുടെ ദൗത്യമായിരിക്കാം. പ്രകാശത്തെ ജ്വലിക്കാൻ സഹായിക്കുന്ന തിരിയുടെ നിയോഗം. തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്നുകൊണ്ട് ചരിത്രം സൃഷ്ടിക്കാനുള്ള ജീവിത നിയോഗം. ലോകം ഒരുപക്ഷെ നിങ്ങളുടെ പേരുകൾ ഓർത്തെന്ന് വരില്ല, പക്ഷേ എങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചൊരു കുഞ്ഞ് നാളെയുടെ വിശുദ്ധനാകാം. നിങ്ങൾ ആശ്വസിപ്പിച്ചൊരു രോഗി സ്വർഗത്തിൽ നിങ്ങളുടെ സാക്ഷിയാകാം. നിങ്ങൾ താങ്ങും തണലുമായി കൈപിടിച്ചുയർത്തിയ ഒരു കുഞ്ഞ് ചിലപ്പോൾ ലോകത്തിൻ്റെ ഭാവിയാകാം, അഭിമാനമാകാം. അപ്പോൾ ദൈവം നിങ്ങളോടും പറയും, നീ അന്നയെപ്പോലെ ജീവിച്ചു. എൻ്റെ നിശബ്ദ ജീവിതം എൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായിരുന്നുവെന്ന്. അതിലും വലിയ പ്രതിഫലം പിന്നെന്താ വേണ്ടേ? ഏവർക്കും വിശുദ്ധ അന്നയുടെ തിരുനാളിൻ്റെ ആശംസകളും മംഗളങ്ങളും ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു.